പെരിഞ്ഞനം RMVHS സ്കൂളിൽ 2024-25 വർഷത്തെ NCC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ഡ്രില്ലിലും കേഡറ്റുകൾക്ക് അടിസ്ഥാന സൈനിക പരിശീലനം നൽകുന്നു. 1948-ൽ ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് സ്കൂളുകളിലും കോളേജിലും NCC ട്രൂപ്പുകൾ സ്ഥാപിക്കാനായി ശുപാർശ ചെയ്തത്. 1965-ലെ ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധത്തിലും 1971-ലെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ യുദ്ധത്തിലും NCC കേഡറ്റുകൾ പ്രതിരോധത്തിന്റെ രണ്ടാം നിരയായിരുന്നു. മൂന്ന് ട്രൂപ്പുകളിലായി 200ഓളം NCC കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുത്തത്. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. NCCയുടെ മുദ്രാവാക്യം തന്നെ ഐക്യവും അച്ചടക്കവും എന്നതാണെങ്കിൽ ആ ആപ്തവാക്യത്തെ അന്വർത്ഥമാക്കാൻ ഈ പരേഡിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആദ്യമായി പറയുന്നു. അതിനുവേണ്ടി പ്രവർത്തിച്ച അദീപ് സാറെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ യൂണിഫോമിൽ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ധരിച്ചിരിക്കുന്ന നിങ്ങൾ സ്റ്റാറിൻ്റെയൊക്കെ 17 താമരപ്പൂവിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതും റെഡും ബ്ലൂവും നേവി ബ്ലൂവും ഒക്കെ ധരിച്ചു നിൽക്കുമ്പോൾ ഇതിനൊക്കെ വ്യത്യസ്തങ്ങളായ മാനങ്ങൾ ഉണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കേണ്ടത്. PTA പ്രസിഡന്റ് ജയശ്രീ അധ്യക്ഷത വഹിച്ചു. പരേഡിൽ വിജയികളായ ജൂനിയർ വിംഗ് കേഡറ്റുകൾക്ക് സ്കൂൾ മാനേജിംഗ് കറസ്പോണ്ടന്റ് ഫാത്തിമ മോഹനൻ സമ്മാനദാനം നിർവഹിച്ചു. ഇങ്ങോട്ട് പരേഡുകൾ നടക്കുന്നെന്ന് പോലും ഇന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ മാഷ് ഇത്രയും കാര്യങ്ങൾ അവിടെ നിന്ന് നമ്മൾ ഗസ്റ്റിനെ സ്വീകരിച്ച് കൊണ്ടുവരുന്നത് മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് അത് നമുക്കും ഒരു പുതിയൊരു അറിവായിട്ട് തന്നെയാണ്. കാരണം നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ SPG ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ NCCയുടെ പാസിംഗ് ഔട്ട് പരേഡ് കാണുന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ വിശേഷം എന്താണ്, നമ്മുടെ പെൺകുട്ടികളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇപ്രാവശ്യം ഏറ്റവും. കാരണം അവരെല്ലാവരും 9ാം ക്ലാസ്സിൽ നിന്നിപ്പോൾ 10ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരുടെ ഒരു സെൻഡ് ഓഫും കൂടിയാണ് ഇന്നത്തെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യത്തെ പ്ലാറ്റൂണാണ് നമ്മുടെ ഗേൾസിൻ്റെ പ്ലാറ്റൂൺ. അതുപോലെ തന്നെ ബോയ്സിൻ്റെ പ്ലാറ്റൂൺ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതലായിട്ടെന്ന് നമ്മളെ NCCയിലെ വനിതകൾ അല്ലെങ്കിൽ നമ്മൾ പെൺകുട്ടികൾ ആദ്യമായിട്ട് പാസിംഗ് ഔട്ട് പരേഡ് നടത്തുന്ന നിമിഷം കൂടിയാണ്. ഒരുപാട് നമ്മൾ വളരെ സന്തോഷമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രാവശ്യം നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ നമ്മുടെ ബാൻഡ് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്ത് നടന്ന റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുത്തു. ആഘോഷങ്ങൾക്ക് ഇനി രാജകീയ വേദി സമ്മാനിക്കാൻ SK പാലസ്, ദ ലക്ഷൂറിയസ് കൺവെൻഷൻ സെന്റർ വെൽക്കംസ് യു. ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ. അതിമനോഹരമായ AC, non-AC ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു. അതിഥികൾക്ക് സ്നേഹവിരുന്നൊരുക്കാൻ 16,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ.
കൂടാതെ വൈഡ് സ്റ്റേജസ്, സ്പേഷ്യസ് കിച്ചൺ, ബ്യൂട്ടിഫുൾ ലൗഞ്ച്, ലിഫ്റ്റ് ഫെസിലിറ്റി, കിഡ്സ് പ്ലേ സോൺ, ആംബിൾ കാർ പാർക്കിംഗ്, മോർ ആൻഡ് മോർ. First and best option for wedding, receptions, engagement, birthday party, all get together തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണപ്പൊലിമയേകാൻ SK പാലസ് ഒപ്പമുണ്ട്. വരൂ, ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം. SK പാലസ് കൺവെൻഷൻ സെന്റർ, എടത്തിരുത്തി സൗത്ത്, തൃശൂർ. www.skpalace.in. You're watching True Line News.